ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സ്വർണ്ണക്കടത്ത് കേസിൽ അന്വേഷണം ഊർജിതമാക്കി DRI കൂടുതൽ തവണ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലൂടെ സ്വർണം കടത്തിയതായി വിലയിരുത്തൽ. സ്വർണ്ണക്കടത്ത് നടത്തിയ 3 പേരെ ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും സഹിൻ ആന്റണിയാണ് ചേരുന്നത്. സഹിൻ, എപ്പോഴായിരുന്നു ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്? എന്തെല്ലാമാണ് വിവരങ്ങൾ? സ്വാതി, ഇത് തുടർച്ചയായി വരുന്ന അറസ്റ്റാണ്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരുടെ സഹായത്തോടു കൂടിയാണ് സ്വർണ്ണക്കള്ളക്കടത്ത് സംഘം ഇപ്പോൾ സ്വർണം കടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള വിവരം നേരത്തെ തന്നെ DRIക്ക് ലഭിച്ചതാണ്. ജൂൺ മാസത്തിൽ ലിബിൻ പോണി എന്ന് പറയുന്ന ഒരാളെ DRI നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. അന്ന് 1 കോടി രൂപയുടെ സ്വർണം കടത്തിയതിനാണ് ലിബിൻ പോണി, കുമ്പളങ്ങി സ്വദേശിയായിട്ടുള്ള ലിബിൻ പോണി അറസ്റ്റിലായത്. ഇന്നലെ അതിൻ്റെ തുടർ അറസ്റ്റുകൾ ഉണ്ടായിരുന്നു. അതായത് ഇന്നലെയും മിനിഞ്ഞാവുന്നും സ്വർണ്ണമെല്ലാം കടത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് 2 ആരോഗ്യ വിഭാഗം പ്രവർത്തകർ അറസ്റ്റിലായിട്ടുള്ളത്. സേതു സന്തോഷ്, ഒപ്പം തന്നെ ഗോകുൽ എന്ന് ഈ പറയുന്ന 2 പേരാണ് ഇന്നലെ അറസ്റ്റിലായത്. കൂടാതെ ഇവർക്ക് സഹായം ചെയ്തു കൊടുത്ത ബൈജു, അതായത് ബോണി ബൈജു എന്ന് പറയുന്ന ഒരാൾ കൂടി, അയാൾ മലയാറ്റൂർ സ്വദേശിയാണ്. അങ്ങനെ 3 പേരെ ഇന്നലെയും DRI പിടികൂടിയിട്ടുണ്ട്. DRIയുടെ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവർ കൂടുതൽ തവണ നെടുമ്പാശ്ശേരി വഴി സ്വർണം കടത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല ഈ സംഘം ഈ 3 പേരിലോ ഈ 4 പേരിലോ നിൽക്കില്ല, കൂടുതൽ ഉദ്യോഗസ്ഥരിലേക്ക് ഈ അന്വേഷണം പോകുമെന്നുള്ളത് തന്നെയാണ് DRI ഉദ്യോഗസ്ഥർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ജൂലൈയിലുണ്ടായ ആദ്യ അറസ്റ്റ്, അതിനുശേഷം ഇന്നലെ തുടർ അറസ്റ്റുകൾ ഉണ്ടാകുന്നു. ഇനിയും കൂടുതൽ അറസ്റ്റുകളിലേക്ക് കാര്യങ്ങൾ പോകും. DRI നടത്തിയ അന്വേഷണത്തിൽ ഏറെക്കുറെ 10 കോടിയിലധികം രൂപയുടെ സ്വർണം ആരോഗ്യ ഉദ്യോഗസ്ഥർ തന്നെ, ആരോഗ്യ പ്രവർത്തകരായിട്ടുള്ള ഈ ഉദ്യോഗസ്ഥർ തന്നെ കടത്തിക്കൊടുത്തിട്ടുണ്ട്. മറ്റു ഉദ്യോഗസ്ഥരുടെ സഹായം കൂടി ഇവർക്ക് ലഭിച്ചതായി തന്നെയാണ് DRIക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സേതു, ശരി. നിരവധി തവണ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലൂടെ സ്വർണം കടത്തിയ കേസിൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് DRI. സ്വർണ്ണക്കടത്ത് നടത്തിയ 3 പേരെ ഇന്നലെ അറസ്റ്റ് ചെയ്തു. ആ വിവരങ്ങളാണ് സഹിൻ ആന്റണി നൽകിയത്.